എവിടേക്കെങ്കിലും പോണ നേരത്ത് ബസ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ദേഷ്യപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു കാലുവട്ട കിട്ടിയപ്പോൾ നേരെ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി കേട്ടോ. ഈ ഞാഞ്ഞ് നടക്കുന്ന വേറെ എവിടേക്കല്ല, എൻ്റെ കടയിലേക്കാണ് കേട്ടോ. ഞങ്ങൾ 5 പേര് കൂടിയിട്ടായിരുന്നു കേട്ടോ ഈ കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേര് പറഞ്ഞു, ഇതെന്താ നിങ്ങൾ കുട്ടിക്കളിയായിട്ടാണോ എടുത്തിരിക്കുന്ന കച്ചവടം എന്നൊക്കെ. അന്നൊന്നും ഇതിൻ്റെ സീരിയസ്നെസ്സും കാര്യങ്ങളും ഒന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ 2 പേര് ഒഴിയുകയും ചെയ്തു കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരാൾക്ക് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ ഒരാൾക്ക് പെട്ടെന്ന് ഉണ്ണിക്ക് വയ്യാതായിട്ട് അങ്ങനെ 2 ഒഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ 3 ആളായിരുന്നു കേട്ടോ. ഞാനും ധനീച്ചിയും പിന്നെ പ്രജിഷയും. എന്തൊക്കെയൊക്കെ ചില നേരത്ത് കാട്ടിക്കൂട്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ. കച്ചവടത്തിൻ്റെ ഒരു ABCDയും അറിയാതെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഇതിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ കൊണ്ടുവയ്ക്കുന്ന എണ്ണക്കടികളാണ് കേട്ടോ. നമ്മൾ ഗ്യാസ് കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസം ആവാൻ തുടങ്ങി കേട്ടോ. എന്തെങ്കിലും കുറച്ച് ബുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഒടുക്കത്തെ വിലയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും ധനീച്ചിയൊക്കെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഉണ്ടാക്കി കൊണ്ടുവരാറ്. പിന്നെ ധനീച്ചി ഒരുപാട് ലിസ്റ്റ് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ട് എനിക്ക് ബോധം കിടവോ എന്ന് എന്തോ. അങ്ങനെ ചേച്ചിയുടെ ടൈം കഴിഞ്ഞപ്പോൾ ചേച്ചി പോവാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു കേട്ടോ. കാരണം ഇങ്ങനെ എനിക്ക് ഇരിക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. കുറേ നേരം പുറത്തൊക്കെ നോക്കി നിന്നു കേട്ടോ. ചില നേരത്തൊന്നും ആൾക്കാർ വരാറില്ല. പിന്നെ ഞാനൊരു കായൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സർപ്രൈസായിട്ട് 2 ആൾക്കാർ വന്നിട്ടോ. വേറെ ആരുമല്ല, എൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. അമ്മ ഇന്ന് നമ്മുടെ വീട്ടിൽ പോയിട്ട് വരികയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ അച്ഛനാണെങ്കിൽ ബീഡി വലിച്ചിട്ട് അങ്ങനെ അവർ വീട്ടിൽ പോയപ്പോൾ